നമസ്കാരം. ഇന്ന് വളരെയധികം ജനസമ്മതി ആർജിച്ച ഒരു നിക്ഷേപ മേഖലയാണ് മ്യൂച്വൽ ഫണ്ടിലെ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നത്. മ്യൂച്വൽ ഫണ്ടിലെ SIP നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ ഒന്ന് കാണണം. അതിനുശേഷം ഈ വീഡിയോ കണ്ടാൽ കൂടുതൽ ഗുണകരമാകും. മ്യൂച്വൽ ഫണ്ടിൽ നിലവിൽ നിക്ഷേപമുള്ളവരും ഇനി നിക്ഷേപിക്കാൻ ആഗ്രഹമുള്ളവരും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന 100 പേരിൽ 40 പേർക്ക് മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപം ഗുണകരമാകാത്തത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടല്ല, മറിച്ച് നമ്മുടെ ബിഹേവിയറാണ്. ആംഫിയുടെ ഒരു ഡേറ്റ പ്രകാരം 1/3 നിക്ഷേപകരും 24 മാസത്തിനുള്ളിൽ തന്നെ മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപത്തിൽ നിന്നും പിന്തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. നമുക്കൊരു ഷോർട്ട് ടേമിസം എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിലെ വെൽത്ത് ക്രിയേഷന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കോമ്പൗണ്ടിങ് എന്നാണ്. ഈ കോമ്പൗണ്ടിങ് എഞ്ചിൻ സ്വിച്ച് ഓൺ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൽ നിന്നും എക്സിറ്റ് ആയെങ്കിലോ ഇതൊരു ഇറാഷണൽ ബിഹേവിയർ നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇതൊരു ഇമോഷണൽ ബിഹേവിയർ ആണ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ അഥവാ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ ഇമോഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, വളരെ എക്സ്പെൻസീവ് ആണ്. അത് നമ്മൾ അറിയാതെ തന്നെ ചില ട്രാപ്പുകളിൽ പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ട്രാപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചില പ്രത്യേക സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 3 വർഷത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കാലയളവിൽ 3 മാസം നിക്ഷേപകൻ ഉണ്ടാക്കിയ നേട്ടം വളരെ വലുതാണ്. ഈ 3 മാസങ്ങളിൽ SIP നിക്ഷേപം നടത്തിയിട്ടില്ല എങ്കിൽ നിക്ഷേപകന് അദ്ദേഹത്തിന്റെ റിട്ടേണിൽ 50% കുറവുണ്ടായിട്ടുണ്ട്. അതായത് മോർ ദാൻ ഹാഫ് ദ റിട്ടേൺ ജനറേറ്റഡ് ഇൻ ജസ്റ്റ് 3 months. ഞാൻ അതിനകത്ത് പഠന വിധേയമാക്കിയത് ഒരു സ്മോൾ ക്യാപ് ഫണ്ടിനെയാണ്. അപ്പൊ ആ സ്മോൾ ക്യാപ് ഫണ്ടില് 2023 ഏപ്രിൽ, 2024 നവംബർ, 2025 മെയ്, ഈ 3 മാസങ്ങളിൽ ഈ സ്മോൾ ക്യാപ്പ് 50%-ലധികം വളർച്ച ഈ 3 മാസത്തിനുള്ളിൽ ഉണ്ടാക്കി. ലാർജ് ക്യാപ് ഫണ്ടിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ അധികം വോളട്ടൈൽ അല്ല ലാർജ് ക്യാപ് ഫണ്ട്. ഇത്തരം ഫണ്ടുകൾ സാധാരണഗതിയിൽ ഒരു കുറച്ച് മര്യാദയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ലാർജ് ക്യാപ് ഫണ്ട് പോലും ഈ 3 മാസം 35%-ലധികം നേട്ടമാണ് നിക്ഷേപകർ ഉണ്ടായിക്കൊടുത്തത്. ഈ ഡേറ്റ കാണിക്കുന്നത് വെൽത്ത് ക്രിയേഷൻ എന്ന ഒരു ചില സമയങ്ങളിൽ ഒരു സഡൻ ഔട്ട്ബേസ്റ്റ് ആണ്. ഇതൊരു നമുക്കൊരു നേർരേഖയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ വെൽത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. ഇത് മിക്കപ്പോഴും വളരെ ടർബുലന്റ് ആയിട്ടുള്ള, വളരെ വോളട്ടൈൽ ആയിട്ടുള്ള, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള, വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള മാസങ്ങൾക്ക് ശേഷമായിരിക്കാം ഇത്തരം മാസങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റർ വളരെയധികം ഭയചകിതനായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അവൻ ഈ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു സമയത്തിന് തൊട്ടടുത്ത മാസമാണ് മിക്കപ്പോഴും ഈ ഒരു ഹൈ പെർഫോമൻസ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഹൈ പെർഫോമൻസിന്റെ ഭാഗമാകാനായിട്ട് നമ്മൾക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമം പിടിച്ച ഒരു കാര്യം. പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതായത് മാർക്കറ്റിന്റെ ഉയർച്ചയും താഴ്ചയും ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കേണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഇൻ ദ മാർക്കറ്റ് ബീറ്റ്സ് ടൈമിംഗ് ദ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ മാർക്കറ്റിലുള്ള സമയമാണ് പ്രധാനം, അല്ലാതെ മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ അപകടം, കോമ്പൗണ്ടിങ് എന്ന മാജിക്കിൽ ആ ഭാഗത്ത് നമ്മൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പൗണ്ടിങ് ഈസ് സോ പവർഫുൾ ബട്ട് പെയിൻഫുള്ളി സ്ലോ ഇൻ ദ ബിഗിനിങ്. തുടക്കത്തിൽ അത് വളരെ സ്ലോ ആണ്. ആ ഒരു ഫേസ് കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കണം. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടിൽ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാനൊരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. അതൊരു ഉദാഹരണം മാത്രമാണ്. ഒരു 10,000 രൂപ SIP ചെയ്യുന്ന ഒരാൾ, എല്ലാ മാസവും 10,000 രൂപ മുടക്കുന്ന ഒരാൾ, SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ഒരു 6 ലക്ഷം രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു 12% റിട്ടേൺ കിട്ടുന്നു എന്ന് അസ്യൂം ചെയ്യുക. അതൊരു അസംഷൻ മാത്രമാണ് കേട്ടോ. 12% റിട്ടേൺ നമ്മൾക്ക് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു അഷുറൻസ് അല്ലത്. അതുപോലെ തന്നെ 12% നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വല്ലത് അർത്ഥമാക്കുന്നത്. മറ്റൊരു അസംഷനാണ്, നമ്മുടെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടുള്ള അസംഷനാണ്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം 12% റിട്ടേൺ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ മുടക്കിയിരിക്കുന്ന തുക ഏകദേശം 6 ലക്ഷം രൂപയാണ് 5 വർഷത്തേക്ക്. നമുക്ക് ഏകദേശം 8 ലക്ഷം രൂപ നമുക്ക് ലഭ്യമാകും. അത് തന്നെ നമ്മളൊരു 10 വർഷത്തേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുടക്കുന്ന തുക എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. പക്ഷേ ഏകദേശം നമുക്ക് 23 lakhs നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി ഇത് SIP തന്നെ നമ്മൾ 20 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നിയർലി ഒരു 1 crore 1 കോടി രൂപയുടെ പരിസരത്ത് നമുക്ക് ലഭ്യമാവും. നമ്മൾ 20 വർഷം വരെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. അത് തന്നെ ഒരു 25 വർഷത്തേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുക ഏകദേശം ആ സമയത്ത് 30 ലക്ഷം രൂപയോളം വരും. പക്ഷെ നമുക്ക് ഈ 12% റിട്ടേൺ നമുക്ക് ലഭ്യമാണെങ്കിൽ ഏകദേശം 1.9 crore നമുക്ക് റിട്ടേൺ കിട്ടും. അത് തന്നെ നമ്മളൊരു 30 വർഷത്തേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന പരമാവധി തുക എന്ന് പറയുന്നത് ഏകദേശം 36 ലക്ഷം രൂപയാണ്. പക്ഷെ നമുക്ക് ഒരു 3.5 crore rupees നമുക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 12% നമ്മൾ 30 വർഷം പോവുകയാണെങ്കിലത്തെ ഒരു കാര്യമാണ് ഞാനിവിടെ സംസാരിച്ചത്. ഇത് കിട്ടുമെന്നുള്ളതിന് ഞാൻ ഉറപ്പ് പറയുമല്ല കേട്ടോ, ആ രീതിയിലല്ല. നമുക്ക് ഒന്ന് മനസ്സിലാക്കി ഈ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ എക്സിറ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കോമ്പൗണ്ടിങ്ങിനോട് നമ്മൾ ഗുഡ് ബൈ പറയുക. കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു റിയൽ മാജിക് ആരംഭിക്കുന്നത് തന്നെ ആക്ച്വലി ഒരു 7 വർഷമാകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ സ്വിങ്ങിലേക്കാകുന്നത്. അതിന് മുമ്പ് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഫുൾ സ്വിങ്ങിലാകുന്ന ഒരു 7ാമത്തെ വർഷം മുതലാണ്. അപ്പം നമുക്കൊരു 7 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പം ഒരു 2015 മുതലുള്ള ഒരു റോളിംഗ് 7 years നമ്മൾ നോക്കുവാണെങ്കിൽ 15 മുതൽ റോളിംഗ് 7 years എന്ന് പറഞ്ഞാൽ അപ്പം 2015 മുതൽ 22 വരെ, അതങ്ങനെ 2016 to 22, 2017 to 23, 2018 to 24, അങ്ങനെ നമ്മൾ ആ ഒരു റോളിംഗ് ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ ക്യാപ് ഫണ്ട്, ഏറ്റവും റിസ്ക് ഉള്ള ഫണ്ട് സ്മോൾ ക്യാപ് ഫണ്ടാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ പോലും ഒരു സമയം പോലും നെഗറ്റീവ് റിട്ടേൺ തന്നിട്ടില്ല. ഒരു കൃത്യം 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ കാലാവധി അല്ല ഞാൻ പറയുന്നത്, റോളിംഗ് 7 years. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഒരു സമയത്തും നെഗറ്റീവ് റിട്ടേൺ തന്നിട്ടില്ല ഈ 2015 മുതൽ ഇങ്ങോട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. മാത്രമല്ല 1/4 സമയത്ത് 15%-ലധികം റിട്ടേണും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇക്വിറ്റി എന്ന് പറയുന്നത് അതൊരു ആസ് ആൻ അസറ്റ്, അതൊരു എന്താ പറയുന്നത്, ഡിമാൻഡ്സ് ടൈം, സമയം കൊടുക്കണം, അല്ലാതെ വളരത്തില്ല. ഇപ്പം ഈ 40% ആളുകളും കോമ്പൗണ്ടിങ്ങിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ, ബിഗിനിങ് സ്റ്റേജിൽ പോലും ആകുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റ് ആകുന്നുണ്ട്. അതാണ് അവരുടെ ഈ 40% ആളുകൾക്ക് ഈ മാർക്കറ്റിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇവിടെ മാർക്കറ്റ് അല്ല പ്രശ്നം, നമ്മുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം. അപ്പം ഇതിനകത്തൊരു റിലയബിൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടിലെ ഒരു റിലയബിൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ്. കീപ് യുവർ SIP റണ്ണിങ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു SIP ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എടുത്ത് അതിൻ്റെ റിട്ടേൺ നോക്കിയാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വർഷത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും തന്നേക്കുന്നത്. അപ്പം അതൊന്നും കണ്ട് ഭയപ്പെട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. കോമ്പൗണ്ടിങ്ങിന് വർക്ക് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ഒരുപാട് നന്മകൾ നേരുന്നു. നന്ദി.